അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സകുടുംബം റമളാൻ എപ്പിസോഡുകൾ തുടരുകയാണ്. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചുഴിഞ്ഞുള്ള അന്വേഷണങ്ങളാണ്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും ചുഴിഞ്ഞിങ്ങനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം, പലപ്പോഴും വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, വിവാഹശേഷം തന്നെയും പല മേഖലയിലും ആവശ്യത്തിനപ്പുറമുള്ള ചുഴിഞ്ഞന്വേഷണങ്ങൾ. യഥാർത്ഥത്തിൽ അത്തരം ചുഴിഞ്ഞന്വേഷണങ്ങൾ എന്ത് നേടിത്തരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കിടയിൽ വിള്ളലുകളും ഭിന്നതകളും പിണക്കങ്ങളും ഉണ്ടാക്കുന്നു, അസ്വാരസ്യതകളുണ്ടാക്കുന്നു, ജീവിതത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് ചുഴിഞ്ഞ അന്വേഷണങ്ങളുടെ ബാക്കിപത്രമായി നമ്മൾ കാണുന്നത്. പരിശുദ്ധമായ ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന സമീപനം എന്താണ്? അങ്ങനെ ചുഴിഞ്ഞന്വേഷിക്കേണ്ടതുണ്ടോ? ഓരോ മേഖലയും കൃത്യമായി സംശയത്തോടെ കാണുകയും ഊഹങ്ങളോടുകൂടെ കാണുകയും ധാരണകളോടുകൂടെ കാണുകയും എന്നിട്ട് അതിനെങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ സമീപിക്കേണ്ടതല്ല. വിശ്വാസികൾ പൊതുവായും സ്വീകരിക്കേണ്ട ഒരു ശൈലിയല്ല അത്. മറിച്ച് വിശ്വാസികൾ അവിടെയെല്ലാം അറിഞ്ഞടത്ത് നിൽക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ചുഴിയാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഊളിയിട്ടിറങ്ങാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാണ് വളരെ വ്യക്തമായ തത്വം. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് വലാ തജസ്സസു, അങ്ങനെ ചൊറിഞ്ഞ് നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതില്ല, ചുഴിഞ്ഞ് നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇയ്യാക്കും വല്ലന്ന, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളിൽ കടന്നു വരുന്ന ചില ധാരണകളെയും സൂക്ഷിക്കണം. ഫൈനല്ലന്ന അക്ദബുൽ ഹദീസ്, ധാരണകളായി ഊഹങ്ങളായി നിങ്ങളിൽ കടന്നു വരുന്ന പലതും കളവുകളാണ്. അതുകൊണ്ട് വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞിറങ്ങി അന്വേഷിക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഭാര്യ ഭർത്താവിലേക്കാണെങ്കിലും ഭർത്താവ് ഭാര്യയിലേക്കാണെങ്കിലും അത് പാടില്ല. അങ്ങനെ പോകുന്നത് നമുക്ക് തന്നെയാണ് അപകടമുണ്ടാക്കുന്നത്. പലപ്പോഴും ഈച്ചയെപ്പോലെ ന്യൂനതകൾ അറിയാനും ന്യൂനതകൾ ലഭ്യമാക്കാനും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നാം ഇങ്ങനെ മറ്റൊരുത്തൻ്റെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതിൻ്റെ പുറകിൽ ഇങ്ങനെ എന്നിട്ട് അങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്നത് നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. ഫഇന്നഹു മൻ യത്തബിഉ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹ. ആരുടെ ന്യൂനതകൾ അറിയാനാണോ, ആരുടെ കുറവുകൾ അറിയാനാണോ നീ പുറകിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അള്ളാഹു ആ സഞ്ചരിക്കുന്നവൻ്റെ ന്യൂനതകൾ അള്ളാഹു പുറത്തിടും, അള്ളാഹു അവനെ വഷളാക്കുമെന്ന വളരെ വ്യക്തമായ ഹദീസ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അത്തരം സംശയങ്ങളോ ഊഹങ്ങളോ ധാരണകളോ വെച്ച് പുലർത്തുന്നതിനപ്പുറം പരസ്പരം വിശ്വസിക്കുക, പരസ്പരം വഞ്ചിക്കാതിരിക്കുക, കുറഞ്ഞ കാലമുള്ള ജീവിതം സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.